പരിശുദ്ധമായ ശഅബാൻ മാസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ്. ശഅബാൻ മുഴുവനും നോമ്പ് പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു നോമ്പെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ പഠിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഹറമല്ലാഹു ജസദഹു അലന്നാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന നരകമുണ്ടല്ലോ, 3000 വർഷക്കാലമാണ് നരകം കത്തിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്, ആ നരകത്തിലെ ഒരു അംശമെങ്ങാണ് ഈ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു പുല്ലുപോലും കിളിക്കില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. അതല്ലേ മുത്തുനബി നരകം പറഞ്ഞപ്പോ പലരും കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പേടിച്ചു പോയ ജിബ്രീൽ അലൈഹിസ്സലാം പോലും പാതിരാത്രി ഇറങ്ങി വന്ന് കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയാൻ കാരണമായ പടച്ചവനെ നരകം കണ്ടതിന് ശേഷം പടച്ചവനെ മീകായിൽ എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് പുഞ്ചിരി വരാത്തതിന്റെ കാരണം നരകമാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, ആ നരകം കണ്ടതിന് ശേഷമാണ് തല ഉയർത്താത്തത് എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു നോമ്പെങ്കിലും പിടിച്ചാ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാൻ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴമുണ്ട്, തിങ്കളുണ്ട്, മാസത്തിന്റെ 10 മാസത്തിന്റെ പകുതിയിലെ നോമ്പുണ്ട്, ബറാഅത്തിന്റെ നോമ്പ് കടന്നു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് റമദാൻ ശഅബാനിലെ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ നരകം അവനെ തൊടുകയില്ല, നരകത്തിന്റെ തീ അവനെ തൊടുകയില്ല, നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയാ, നരകത്തിൽ നിന്നവൻ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇനിയുള്ള 10-16 ദിവസമുണ്ടല്ലോ, ഈ ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിനക്കൊന്ന് നോമ്പ് പഠിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണല്ലോ, ആ മരണം നമ്മളിലേക്ക് കടന്നു വരുമല്ലോ. ഏത് നിമിഷമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്? എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ചാണെന്ന് പടച്ച റബ്ബിനല്ലേ അറിയൂ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ എപ്പോ എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് പടച്ച റബ്ബിനല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മളെ തേടി വരുമല്ലോ. ആ മരണം അത്ര രസമുള്ളതല്ല, ആ മരണം അത്ര സുഖമുള്ളതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പരിചയപ്പെടുത്തി തന്ന മരണമുണ്ടല്ലോ, ആ
മരണത്തിന് വല്ലാത്ത വേദനയാ, ആ മരണത്തിന് വല്ലാത്ത വേദനയാണ്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, മൂസാ നബിയോട് ചോദിക്കുന്നു, നബിയേ മരണവേദന എങ്ങനെയുണ്ടായിരുന്നു നബിയേ? മൂസാ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതാ പഞ്ഞിയുണ്ടല്ലോ, മുള്ളിന്റെ മുകളിലിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെയാണ്. മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. എന്തിനാ ഒരുപാട് പറയുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളല്ലേ പറഞ്ഞു തന്നത്? എപ്പോഴാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കോഴി അറുക്കുന്നത് ഞാനും നിങ്ങളും കാണുന്നവരാണ്. ഒരു കോഴി അറുത്തിടുമല്ലോ, ആ പടച്ചവനെ കോഴിയതാ കിടന്ന് പിടയുകയാണ്. കൈയിട്ടടിക്കുന്നുണ്ട്, ചിറകിട്ടടിക്കുന്നുണ്ട്, തലയിട്ടടിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പടച്ചവനെ ഉളുഹി അറുക്കുമ്പോ, പോത്തിനറുക്കുമ്പോ അത് കൈകാലുകളിട്ടടിച്ച് ഇങ്ങനെ മരിക്കുന്നത് ഞാനും നിങ്ങളും കാണുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും തോന്നാറില്ലല്ലോ. എന്തിനാണ് കോഴി തന്റെ ചിറകടിക്കുന്നത്, അതിന്റെ തലയിട്ടടിക്കുന്നത്, അത് കിടന്ന് പിടയുന്നത്? അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മൃഗങ്ങൾക്കെങ്കിലും അത് കൈകാലുകളിട്ടടിച്ചാണ് മരിക്കുന്നത്. അതിനങ്ങനെയെങ്കിലും ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ നമുക്കതിനുള്ള ഭാഗ്യം പോലുമില്ലല്ലോ. പടച്ചവനെ, നമ്മുടെ കൈകാലുകൾ അനക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അടുത്ത് കിടക്കുന്ന മനുഷ്യൻ അറിയാത്തത്. അതാ പാതിരാത്രി ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യ, പടച്ചവനെ, ഭർത്താവ് ചാരത്ത് കിടന്നു മരിച്ചിട്ടറിയാത്ത എത്രയോ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണത്തിന് വല്ലാത്ത വേദനയാ, അത് വല്ലാത്ത കഠിനമാണ്, അത് വലിയ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മരണ വീട്ടിലിരുന്ന് കരഞ്ഞവരോട് പറയുകയാണ്, മരണ വീട്ടിലിരുന്ന് കരയുന്നവരോട് ചോദിക്കുകയാ, എന്തിനാ മനുഷ്യ നീ കരയുന്നത്? എന്തിനാ മനുഷ്യ നീ കരയുന്നത്? മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ അത്ഭുതത്തോടുകൂടി മരണ വീട്ടിലിരുന്ന് കരയുന്നവരോട് പറയുകയാ, എടാ ചെറുപ്പക്കാരാ, മയ്യത്ത് നോക്കിയിട്ട് നീ ഇരുന്ന് കരയുന്നല്ലോ, എങ്കിൽ കരയേണ്ടത് മയ്യത്ത് കണ്ടിട്ടല്ല. അവൻ രക്ഷപ്പെട്ടവനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്. എടാ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് നീ കരയടാ. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഒരു മനുഷ്യനോട് പറയുകയാ, എടാ, മരിച്ചുപോയവനെ കുറിച്ച് ഓർത്ത് കരയാതെ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരണ വീട്ടിൽ പോയിരുന്ന് കരയും. മരിച്ച വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ കരയും. എങ്കിൽ കരയേണ്ടത് അവരെ കുറിച്ച് ഓർത്തിട്ടല്ല, നമ്മളെ കുറിച്ച് ഓർത്തിട്ട് കരയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടത് അടുത്തടുത്ത് ഈ മാസങ്ങളിലാണ്. ഇപ്പൊ ആരുടെയോ ആണ്ട് കഴിഞ്ഞു, ഇനി അടുത്ത ആണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിപ്പറമ്പില് രണ്ടുപേരില്ലേ, അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാപ്പയുടെ ആണ്ട് ഈ മാസം ശഅബാൻ 25 എന്റെ വാപ്പയുടെ ആണ്ട്. അള്ളാഹു വാപ്പയുടെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ അന്നും വയലുണ്ടെന്നുള്ളതാണ് മറ്റേ എന്റെ അവസ്ഥ അറിയില്ല. സത്യം, വാപ്പാടെ ആണ്ടിന് പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ. അൽഹംദുലില്ലാ. എങ്കിലും നല്ലത് ഇൻഷാ അല്ലാഹ്, വീട്ടിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ഇരുന്ന് ദുആ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള മജ്‌ലിസിൽ പോയി ദുആ ചെയ്യാമല്ലോ. അതല്ലേ ഏറ്റവും വലുത്. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, മരണം അത് വല്ലാത്ത വേദനയുള്ളതാ, വലിയ പ്രയാസമുള്ളതാ. ആ ഒരു മരണം ഞാനും നിങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കുക. പരിശുദ്ധമായ ശഅബാനിന്റെ ഒരു ദിവസമെങ്കിലും ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണം അള്ളാഹു എളുപ്പമാക്കി തരും. അതത്ര എളുപ്പമുള്ള കഴിയല്ല. ഈ മരണം എളുപ്പമാവുക എന്ന് പറയുന്നത് അസ്രായേൽ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പിടിച്ചോണ്ട് പോകലല്ല. ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരൊക്കെ കണ്ടു നോക്കണം നിങ്ങൾ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവരെയൊക്കെ അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാം ഒരു വല്ലാത്തൊരവസ്ഥ. കുടുംബക്കാരെല്ലാവരും വന്ന് ഇപ്പം തീരും എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കും, വായിക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും, സൂറത്ത് ദുഹാൻ ഓതും, സൂറത്ത് യാസീനൊക്കെ ഓതി ചുറ്റുഭാഗത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ അവർ പറയും, ചിലരൊക്കെ പറയാറുണ്ട് ദാ വരുന്നു ഇങ്ങനെ പറയാറുണ്ട്. ആര്? മലക്കുകൾ വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഒന്ന് പറഞ്ഞങ്ങാതി, ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നബിയ. ഇനി ഇന്ത്യയിൽ നമ്മുടെ ലോകത്ത് കടന്നു വന്ന് 40 വർഷം ഭരണം നടത്താനുള്ള പ്രവാചകൻ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഒരു കഴിവ് കൊടുത്തു, ഒരു മുഅ്ജിസത്ത് കൊടുത്തു. എന്താ മുഅ്ജിസത്ത്? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മയ്യത്തിങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചു. മരിച്ചിട്ടൊരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ ശരീരത്തെ കൈവച്ചിട്ട് വിളിച്ചാൽ ആ മനുഷ്യൻ, മരിച്ച ആള് ജീവിച്ച് തിരിച്ചു വരും. അതാണല്ലോ ഇന്ന് ഇവരൊക്കെ പറയുന്നതൊക്കെയാണല്ലോ ദൈവമെന്ന് പറയാനുള്ള കാരണം. അതൊക്കെ അവർ പറയണേ. ഖബറിന്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ വിളിക്കും. മുമ്പ് ഇതിനില്ല. ഖബറിന്റെ ചാരത്തി എന്നിട്ട് ഇങ്ങനെ വിളിക്കും. ഖബറിന്റെ മുകളിൽ കൈകൊണ്ട് തട്ടിയിട്ട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ അതിനകത്ത് കിടക്കുന്ന ചങ്ങാതി ജീവനോട് എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്, അതെന്തോ മാജിക് അങ്ങനെ എന്തോ ആണെന്നാ പറയുക. അതങ്ങനാണല്ലോ, ചന്ദ്രനെ പിളർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നന്നായില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പാറയ്ക്കകത്തുനിന്ന് ഒട്ടകത്തെ ഇറക്കി കാണിച്ചു കൊടുത്തു, എന്നിട്ട് നന്നായില്ല. അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാ, ഇതിലെന്തൊക്കെ ഉടായിപ്പുണ്ട്, ഞങ്ങളൊരു ഖബർ കാണിച്ചു തരാം, അതിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ പറ്റുമോ? ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടെയാ? ഒരു ഖബർ കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഒരു പഴക്കം ചെന്ന് ആർക്കും അറിയില്ല ആ ഖബർ എവിടാണെന്ന്. അത്രയും പഴക്കമുള്ള ഒരു ഖബർ. ആ ഖബറിന്റെ ചാരത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് വിളിച്ചു, കുമ്പി ഇതിനില്ല, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു എഴുന്നേക്കാൻ. ആ ഖബറിന്റെ അകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ആരാണെന്ന് അറിയണില്ല. ഒരു പരിചയമുള്ള മുഖമല്ല. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാണ് ഞാൻ. അപ്പൊ ചോദിച്ചു, നീ മരിച്ചിട്ട് എത്ര കൊല്ലമായി? 4000 കൊല്ലമായി നബിയെ ഞാൻ മരണപ്പെട്ടിട്ട്. എങ്ങനെയുണ്ട് ഖബർ? ഇങ്ങനെ ചോദിക്കാം, എല്ലാരും ഇങ്ങനെ കേൾക്കാം. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെ നിന്ന് മറുപടികൾ പറഞ്ഞു. അവസാനത്തെ ചോദ്യം, മരണം എങ്ങനെയുണ്ടായിരുന്നു? വല്ലാത്തൊരു ചോദ്യമാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാമിനോട് ചോദിച്ചു, സാമെ മരണം എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് മുഖമങ്ങ് വല്ലാതെ വാടി. അവിടുത്തെ മുഖം വല്ലാതെ അങ്ങ് ഭയന്നുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, കഴുത്തിൽ കൈവച്ച് തൊണ്ടക്കുഴിയിൽ കൈവച്ചിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ 4000 കൊല്ലം മുമ്പ് അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും ഉണ്ട് നബിയെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 4000 വർഷം കഴിഞ്ഞിട്ടും ആ വേദന മാറിയിട്ടില്ലെങ്കിൽ അത് എന്തൊരു വേദനയാണ്. പെണ്ണുങ്ങൾ അതാ പറയുന്നത്, പ്രസവത്തിന് മരണവേദനയാണ്. എന്തുപ്പാ? ചില പെണ്ണുങ്ങളോട് ചില ചെറുപ്പക്കാർ പറയാറുണ്ട്, എന്റെ പെണ്ണുപിള്ളയ്ക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സുഖമാവസ്ഥ, അത് പോവാ പ്രസവിക്കാ, പോവാ പ്രസവിക്കുക, അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വല്ലാത്ത വേദന. ആ കഠിനമായ വേദന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കയ്യോ കാലോ, എന്താ ഈ മരിക്കണ മനുഷ്യട്ട് അടിക്കാത്ത 70 മുതൽ 70,000 മലക്കുകൾ വരെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഈ മലക്കുകൾ വന്നിട്ട് നമ്മുടെ കയ്യും കാലും, കാലിന്റെ വിരളിൽ നിന്ന് പിടിക്കുമ്പോഴല്ല ഏറ്റവും വേദന, ഈ തൊണ്ടക്കുഴിയിൽ നിന്ന്. അത് ഈ ഉളുഹിയ മൃഗ തലയിൽ അവസാനത്തെ ഒരു പിടയിലുണ്ടല്ലോ,
കൈകാലുകെട്ടടിച്ചാലും അവസാനം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയം വല്ലാത്ത കഠിനമായ വേദനയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇങ്ങനെ പിടിച്ച് ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോൾ ഒരു വല്ലാത്ത വേദന, വല്ലാത്ത ദൈർഘ്യമാ, പെട്ടെന്ന് മരിക്കൂല, വന്ന് പിടിച്ചോണ്ട് പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണവേദന നിനക്ക് കുറയ്ക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വശഅബാനു ശഹരി, എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ശഅബാനാണ്. ഈ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ മാസത്തെ ആദരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, പവിത്രത മനസ്സിലാക്കിയിട്ട് ഒരു നോമ്പെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് പഠിച്ചാ ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്, അല്ലാഹു അവന്റെ മരണം അങ്ങ് എളുപ്പമാക്കുകയാണ്. അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. അവൻ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞു തരുമ്പോ ഇതിനെക്കാളും പടച്ചവനെ നമുക്കെന്താണ്? ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ, മരണം നമ്മുടെ മുന്നിൽ കടന്നു വരുമല്ലോ. മരണത്തിന് വേദനയുണ്ടെന്ന് പടച്ചറപ്പ് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട്, നിങ്ങളെ പരിശുദ്ധമായ ശഅബാൻ ഉണ്ടല്ലോ, ഒരു നോമ്പ് പിടിക്കു ചെറുപ്പക്കാരാ, ഒരു നോമ്പെങ്കിലും പിടിക്കു പൊന്നുമോനെ. അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്, അല്ലാഹു നിന്റെ മരണം അവിടെ നിന്ന് എളുപ്പമാക്കുകയാണ്. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വദഫഅൻഹു ദുൽമത്തുൽ കബരി, ഖബറെന്ന് പറയുന്ന വീടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഒരു ദിവസം ഞാനും നിങ്ങളും പോയി കിടക്കണ്ടവരാ. ആ ഖബറിനെ കുറിച്ച് നമുക്കൊരു ഓർമ്മയുമില്ലല്ലോ. ആ പള്ളിപ്പറമ്പിലെ കുഴിയെ കുറിച്ചൊരു ചിന്തയില്ലല്ലോ. ആ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയാലും നമുക്കൊരു ബോധമില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണോ? വദഫഅ അൻഹു ദുൽമത്തുൽ കബരി വഹുവ മുൻകറും വനകീർ. ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള അദാബ് വല്ലാത്ത ഒരു അദാബാണ്, ഒരു ഭയാനകമായ അദാബാണ്, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അദാബാണ്. എന്നെയും നിങ്ങളെയും അതിനകത്ത് കൊണ്ടുപോയി കിടത്തുമല്ലോ. ആ മുൻകറും നകീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഖബറിന്റെ അകത്ത് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഖബറിനൊരു സ്വഭാവമുണ്ട്. ഖബറിനകത്തേക്ക്, ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് കടന്നു പോകുന്ന മനുഷ്യര് എങ്ങനെയാണ് ഖബർ സ്വീകരിക്കുന്നതെന്നറിയുമോ? ആ ഖബർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ ഖബറിൽ പരാജയപ്പെട്ടാ പോയല്ലോ. നമ്മൾ പറയും, ഉസ്താദേ, ഒരാൾ ഈമാനോടുകൂടി മരണപ്പെട്ടാൽ, ശഹാദത്ത് കലിമ പറഞ്ഞു മരണപ്പെട്ടാൽ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ മരിച്ചെന്ന് കരുതുക, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ച ഖബർ ഞെരിക്കുമോ ഞെരിക്കില്ലേ? പറ, ഞെരിക്കുമോ ഞെരിക്കില്ലേ? ഈമാനോടുകൂടിയല്ലേ മരിച്ചേ? ഷഹാദത്ത് കലിമ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മരിച്ച മനുഷ്യനല്ലേ? ഈ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ച ഖബർ ഞെരുക്കോ? എന്തേ മിണ്ടാതിരിക്കണ? പറ, ഞെരുക്കുമോ? വെള്ളിയാഴ്ചയല്ലേ ഇപ്പൊ മരിച്ചേ? ഒരുപാട് നിസ്കരിച്ച മനുഷ്യനല്ലേ, തഴമ്പൊക്കെയുള്ള ആളല്ലേ, ഹാജിയാരല്ലേ, പള്ളിക്കൊക്കെ പൈസ കൊടുത്ത ആളല്ലേ, ഖബർ ഞെരുക്കോ? ഞെരുക്കും. അതങ്ങനെ ഖബറിന്റെ സ്വഭാവം അങ്ങനെ. ചില കാര്യങ്ങളിൽ പോലും ജയിലിൽ പോയെന്നവർ പറയത്തില്ലേ, വലത് കാല് വെച്ച് കയറിയാലും അടി, ഇടത് കാല് വെച്ച് കയറിയാലും അടി, രണ്ട് കാല് വെച്ച് ചാടി കയറിയാലും അടി. അതങ്ങനെ ഖബറിന്റെ സ്വഭാവമാ. ഖബർ ഞെരുക്കും. ഒരാളും രക്ഷപ്പെടൂല. ഒറ്റ ഒരു പെണ്ണു മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ലോകത്ത് കടന്നു വന്നവരിൽ നിന്ന് ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാളെ ഉള്ളൂ, ഒരേ ഒരു പെണ്ണു മാത്രം. അത് അവരുടെ പവർ കൊണ്ടല്ല. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വളർത്തുമ്മയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയപ്പോൾ വളർത്തുമ്മ ഈ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടപ്പോ ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രമൂരി ഖബറിന്റെ അകത്ത് ഇറങ്ങി കടന്നു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹ് എൻ്റെ ഉമ്മയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, എൻ്റെ ഉമ്മാനെ ഖബറ് ഞെരിക്കല്ലേ അല്ലാഹ്, ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് വസ്ത്രമൂരിയിട്ട് ആ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിന്റെ അകത്ത് വെച്ചിട്ട് ദുആ ചെയ്തു. അതുകൊണ്ട് ആ മഹദി രക്ഷപ്പെട്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ആരെ കൊണ്ടുവച്ചാലും മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നാര മകളുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് കരയുക. എല്ലാരും ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? എൻ്റെ മകളെ ഖബറ് ഞെരുക്കിയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ വിളിച്ച വിളി കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പറയും, എൻ്റെ മോൾ ഇതിനകത്ത് കടന്ന് കരയുന്നത് എവിടെ മുതൽ എവിടെ വരെ? മശ്രിഖ് മുതൽ മഗ്രിബ് വരെ കേട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മുടെ വിളിയൊക്കെ എവിടെ കേൾക്കുമായിരിക്കും? നമ്മുടെയൊക്കെ വിളി എവിടെ വരെ കേൾക്കുമായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറ് ഞെരുക്കും രണ്ടു ഭാഗത്ത് നിന്ന്. അല്ലാഹുവേ, പടച്ചവനെ, ആ നിസാ ചെറുതായി ഞെരുക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആരെങ്കിലും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖബറിനകത്ത് അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മലക്കുകൾ വരും. മലക്ക് വന്നിട്ട് വിളിച്ചങ്ങോട്ട് ഉണർത്തു, എഴുന്നേക്കടാ സിറാജ്, എഴുന്നേക്ക്, പെട്ടെന്ന് എഴുന്നേക്കടാ. പിടിച്ചങ്ങോട്ട് ഇരുത്തിയിട്ട് പറയും, പടച്ചോനെ എഴുതടാ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നീ എഴുത്. എന്നോട് പറയും എഴുതാൻ. പേപ്പറില്ലല്ലോ, കഫൻ തുണി കീറിയിട്ട് പറയും, എഴുതടാ സിറാജേ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ വേണ്ടി കഫൻ തുണി വലിച്ചു കീറി കയ്യിൽ തരും. പടച്ചവനെ, പേപ്പർ കയ്യിൽ കെട്ടി പേനയില്ലല്ലോ, എഴുതിക്കോടാ, കൈയുടെ വിരലുകൊണ്ട്, നിന്റെ കൈയുടെ വിരലുകൊണ്ട് എഴുതടാ. ആ കഫൻ തുണിക്കകത്ത് സിറാജ് ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തിയത് മുഴുവൻ ഇങ്ങനെ എഴുതും സ്വന്തം കൈകണ്ട്. ഞാനും നിങ്ങളും ഖബറിന്റെ അകത്ത് കൊണ്ട് കടത്തുമ്പോൾ മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ വരുന്നതിന് മുമ്പ് ഒരു മലക്ക് ഖബറി വന്നിട്ട് അങ്ങോട്ട് പറയണ കാര്യം എഴുതു, പെട്ടെന്ന് നിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ നീ എഴുതണം. നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ മരിക്കുന്ന സമയം വരെ നീ ചെയ്തത് മുഴുവനും പേപ്പറിൽ സ്വന്തം കൈകൊണ്ട് എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഫൻ തുണിയുടെ മുകളിൽ നമ്മൾ പേന കൈ ഇങ്ങനെ വെച്ച് എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, എഴുതി എല്ലാം ഓർമ്മയോടുകൂടി. അപ്പ ചെയ്തതുപോലെ എല്ലാം ഓർമ്മയുണ്ടാകും. 30, 40, 50, 60 വർഷക്കാലം ചെയ്തത് മുഴുവനും എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും. എല്ലാം എഴുതി കഴിയുമ്പോ അതങ്ങോട്ട് നല്ലതുപോലെ കെട്ടിയിട്ട് സ്വന്തം കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി നമ്മുടെ കഴുത്തിൽ തൂക്കിയിടും. അതിനുശേഷമാണ് മലക്കുകൾ പോലും വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ കാര്യമല്ല. ആ മലക്കുകൾ വരുന്ന രംഗം പോലും ഭയാനകമാണ്. ആ മലക്കുകൾ കടന്നു വരുന്ന രംഗം തന്നെ വല്ലാത്ത ഭയാനകമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 6 അടി മണ്ണിന്റെ അകത്ത് മലക്കുകൾ കടന്നു വന്നു. മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക. പടച്ചവനെ, ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി ചോദിക്കുകയാണ്. റബ്ബേ, മറുപടി പറയണ്ടേ വാപ്പാ. എത്ര പഠിച്ചു വച്ചാലും മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹ്. പറയാനറിയാ
അറിയാത്ത ഒരു കുട്ടിയുമില്ല. എല്ലാവർക്കും അറിയാം, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ കഴിയുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണമെന്നില്ലല്ലോ. അല്ലാഹു കരുണ ചെയ്തവർക്കേ അത് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് ആദരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വദഫഅൻഹു ദുൽമത്തൽ കബരി വഹുവ മുൻകറും വനകീർ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പാറടി മണ്ണിലെ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷയാ. ആറടി മണ്ണിലെ ഖബറിൽ രക്ഷപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പടച്ചറപ്പിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ എല്ലാവരും കടന്നു വരുമല്ലോ. സിറാജിനെയും എന്നെയും നിങ്ങളെയും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരാളെ പോലും നഗ്നനായി കബറടക്കാറില്ല. നല്ലതുപോലെ പൊതിഞ്ഞിട്ടല്ലേ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്നത്. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, നഗ്നനായിട്ടാണ് കടന്നു വരുന്നത്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് കടന്നു വരുന്നത്. ഉടുതുണിയില്ലാതെയാണ് കടന്നു വരുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെയാണ് കടന്നു വരുന്നത്. അങ്ങനെ പടച്ചറപ്പിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഅബാൻ മാസത്തെ ആദരിച്ചവനെ, ആ മാസത്തിൽ നോമ്പ് പിടിച്ചവനെ, അല്ലാഹു നിന്നെ വഷളാക്കൂല. അല്ലാഹു നിന്നെ നാണം കെടുത്തൂല. അല്ലാഹു നിന്നെ നഗ്നനാക്കൂല. മറ്റുള്ളവരുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ റബ്ബ് നിന്നെ നിർത്തൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ജനങ്ങൾ മറന്ന ദിവസത്തെ, ജനങ്ങൾ മറന്ന മാസത്തെ നീ ഓർത്തവനാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിശിഷ്ട വിഭാഗം കടന്നു വരികയാ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരുന്നു. ഔറത്ത് മറച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചുകൊണ്ട് വിഐപികളെ പോലെ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അവരാരെന്നറിയുമോ? എന്റെ മാസത്തെ സ്നേഹിച്ചവരാ, എന്റെ മാസത്തിൽ നോമ്പ് പിടിച്ചവരാ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന 4-ാമത്തെ പ്രതിഫലം, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വശലാക്കൂല. അവർ ഔറത്ത് മറച്ചവരായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ശഅബാൻ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ അവർ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ. 33 വയസ്സുകാരനായി അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ, അതാ അല്ലാഹു സൗന്ദര്യത്തിന് 3ആയി വേർതിരിച്ചു. ഒന്നാം സൗന്ദര്യത്തിന്റെ പകുതി അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. പിന്നെ പകുതിയുണ്ട്, അതിന് ഒരു ഭാഗം യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെ വന്ന 4% അല്ലാഹു ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുത്തത്. അത്രയും വലിയ സൗന്ദര്യവാനായ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കേറി പിടിച്ച യൂസുഫ്. സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി നടന്നു പോകുമ്പോ ചോദിക്കുന്നു, സുലൈഖ, ആ
പോകുന്നത് മനുഷ്യനാണോ മലക്കുകളാണോ? പടച്ചവനെ, അത്ഭുതത്തോടുകൂടി സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കുന്നതിന് പകരം തന്റെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയെന്ന് ചരിത്രം പഠിപ്പിച്ച അല്ലാഹുവേ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ, സ്വർഗത്തിലെ യൂസുഫ് നബിയുടെ കൂടെയാ. ഈ ശഅബാനിനെ ആദരിച്ചവനുണ്ടല്ലോ, ഈ ശഅബാനിൽ നോമ്പ് പിടിച്ചവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോയ, ഇബ്ലീസിന് പോലും അസൂയ തോന്നിയ, അല്ലാഹുവേ, ഇബ്ലീസിന് അസൂയ തോന്നിയ പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്ലീസ് പോലും അല്ലാഹുവിന്റെ അടുക്കൽ പോയി പരാതി പറയുകയാണ് അയ്യൂബ് നബിയെ കുറിച്ച്. കാരണം അതുപോലെ ജീവിച്ചിരുന്ന പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ശഅബാനിൽ നോമ്പ് പിടിച്ച നിനക്ക് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, ആ മാസത്തിലെ ഏറ്റവും പുണ്യമായ ദിവസമുണ്ടല്ലോ, ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മളുടെ സർവരുടെയും അമലുകൾ കൊണ്ടുപോകുന്ന, നമ്മൾ ജീവിതത്തിൽ ചെയ്ത സർവ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ആ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ശഅബാൻ 15 എന്ന് പറയുന്ന രാവ്, ആ രാവിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അല്ലാഹുവേ, ആ ദിവസത്തെ ആദരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നന്ദിപ്പ വല്ലാത്ത വിയർപ്പ്, അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുന്ന അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവർക്കും വിയർപ്പുണ്ടോ? നല്ല വിയർപ്പുണ്ടോ? പറ, വിയർപ്പുണ്ടോ? ഇതൊക്കെ എന്ത് വിയർപ്പില്ലേ? പരലോകത്ത് വിയർപ്പിനകത്ത് മുങ്ങിയാ നിൽക്കണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതൊന്നും ഒന്നുമല്ലേങ്ങാതി. ഇവിടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ കോടതിയിൽ വിയർപ്പിന്റെ അകത്ത് മുങ്ങുക, ദാഹിച്ചു വലഞ്ഞു നിൽക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവ്, ബറാഅത്തിന്റെ രാവ്, അള്ളാഹു ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ദിവസത്തിനിപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന് 99 പേരുകളുണ്ട് അല്ലേ? അസ്മാഉൽ ഹുസ്ന. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അറിയോ? അസ്മാഉൽ ഹുസ്ന അറിയോ? കാണാതറിയോ? നിങ്ങൾ പറയറ്, എന്ത് കാക്കാമാർ, എന്താ പഠിക്കാത്ത? ബാക്കിയെല്ലാം അറിയാലോ, ബാക്കിയെല്ലാം നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് കേട്ടാ ഇപ്പൊ പറയും ഉസ്താദ് അത് ഇന്ന പടത്തിലെയാണ്, അത്ര ഓർമ്മയാണ്. ഒരു സിനിമയുടെ ഒരു പാട്ട് പാടിയ കൂടെ നമ്മൾ പാടും, അത്രയും ഓർമ്മ നമുക്കുണ്ട്. പക്ഷെ അള്ളാന്റെ 99 പേര് അറിയതിന്റെ മഹത്വം അവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും. അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് അതിന്റെ മുകളിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതാരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്ന് കാണാതെ പഠിച്ചാലേ. ആരെങ്കിലും അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ അവൻ നരകത്തിൽ കടക്കൂൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹുവിന്റെ 99 പേര്, വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാറുൽ വഹാബുർ റസാഖുൽ ഫത്താഹുൽ അലിയുൽ ഖാബിദ്. ഇങ്ങനെ തുടങ്ങുന്ന 99 പേരുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി.
ഒരു ദിവസം കാണാതെ പഠിക്കണമെങ്കിൽ നിത്യമായിട്ട് ഇതിങ്ങനെ ഓതിയാ മതി. അൽഹംദുലില്ലാ, ഓർമ്മ വരും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 99 പേരുകളുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുകൾ ഉണ്ടാവുക അത് വലിയ മഹത്വമുള്ളവർക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. നമുക്കുണ്ടായ പറയും, നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല അല്ലേ, നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല. ഓരോ വിളിക്കണ പേര് കണ്ടാ മാക്രി എന്നൊക്കെ ഓരോന്നിനെ വിളിക്കുന്നത്. അത് നമ്മുടെ പേരുകളൊക്കെ, ഇരട്ട പേരുകൾ. ഇങ്ങനെ ചില ആൾക്കാരുടെ പേര് കേട്ടാൽ തന്നെ ചിരി വരും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ